നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന കരിങ്കൽ ശില്പശാലയ്ക്ക് തുടക്കമായി. EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി CPM പള്ളുരുത്തി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി VJ പോൾ ഹാളിൽ കുടുംബസംഗമം നടന്നു. കുമ്പളം സന്മാർഗ പ്രദീപസഭ ശ്രീ കുമാരാലയ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടി ഘോഷയാത്ര വർണ്ണാഭമായി. വാർത്തകൾ വിശദമായി. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന കരിങ്കൽ ശില്പശാലയ്ക്ക് തുടക്കമായി. പ്രശസ്ത ശില്പികളായ അനില ജേക്കബ്, MK വഞ്ചാരി, നിവേദിത എന്നിവർ ചേർന്ന് സ്റ്റോൺ സെറമണി നടത്തിയതോടെയാണ് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് തുടക്കമായത്. കേരള ആർക്കിയോളജിക്കൽ മ്യൂസിയം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണ് കേരള ലളിതകലാ അക്കാദമി ഇന്ത്യയിലെ പ്രശസ്തരായ 10 ശില്പികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചി ബാസ്റ്റൻ ബംഗ്ലാവ് അങ്കണത്തിൽ കരിങ്കൽ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശില്പകലാ സിമ്പോസിയത്തിൽ പങ്കെടുക്കുന്ന 10 കലാകാരന്മാരും കരിങ്കല്ലുകൾക്ക് ചുറ്റും നിരന്നു നിന്നാണ് സ്റ്റോൺ സെറിമണി നടത്തിയത്. ശില്പികളായ അനില ജേക്കബ്, MK വഞ്ചാരി, നിവേദിത എന്നിവർ സ്റ്റോൺ സെറിമണിക്ക് നേതൃത്വം നൽകി. കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ മുഖ്യ അതിഥിയായിരുന്നു. അക്കാദമി പ്രസിഡന്റ് KA ഫ്രാൻസിസ്, സെക്രട്ടറി ശ്രീമൂലനഗരം മോഹനൻ, കേരള മ്യൂസിയം ഡയറക്ടർ റൈമൺ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ പ്രശസ്ത ശില്പികളായ അനില ജേക്കബ്, ബെന്നി KA, ഹോച്ചിമിൻ PH, ജോൺ മാത്യു, ജോസഫ് M വർഗീസ്, T കലാധരൻ, നിവേദിത, VK രാജൻ, MK വഞ്ചാരി, K സുരേഷ് കുമാർ എന്നിവരാണ് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പകലാ സിമ്പോസിയത്തിൽ പങ്കെടുക്കുന്നത്. പള്ളുരുത്തി തങ്ങൾ നഗർ ഫെമിയ ഹാളിൽ CPIM കുടുംബസംഗമം സംഘടിപ്പിച്ചു. AKG ദിനാചരണത്തിന്റെ ഭാഗമായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകളെ ആദരിച്ചു. CPIM ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കുടുംബസംഗമം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. CPIM ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MS ശോഭിതൻ അധ്യക്ഷനായി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 10 പ്രതിഭകൾക്ക് CPIM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി TK വത്സൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. AM ചാക്കോ, AM ഷെരീഫ്, MK ശിവദാസൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി എന്നതുകൊണ്ടാണ് നമുക്ക് 10 സെന്റായി ചുരുങ്ങിയത്. അങ്ങനെ പ്രധാന സംഘടിപ്പിക്കുന്ന ഒരു ജാതി സംഘടന അവർ മനസ്സിലാക്കുന്ന കാര്യം നമ്മുടെ തൊട്ടായ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇങ്ങനൊരു ഭൂമി വിതരണം നടന്നിട്ടുണ്ടോ എന്ന് അവർ ചർച്ച ചെയ്യുന്നില്ല. തൊട്ട് കേരളത്തിലെ കർണാടകത്തിൽ ഇങ്ങനെ EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി CPM പള്ളുരുത്തി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി VJ പോൾ ഹാളിൽ കുടുംബസംഗമം നടന്നു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK മണിശങ്കർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. CPM പാർട്ടി പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. VJ പോൾ ഹാളിൽ ചേർന്ന കുടുംബസംഗമം പാർട്ടി എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK മണിശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം കൂടി ആവാഹിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. നീ തന്നെയാണ് ബ്രഹ്മം, നീ തന്നെയാണത്, നീ തന്നെയാണ് ദൈവം. മറ്റൊരു വിഗ്രഹമില്ല, മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്, ജനങ്ങൾ തന്നെയാണ്, മനുഷ്യരാണ് ദൈവം എന്ന് പറയാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് അതെങ്ങനെ വിശകലനം ചെയ്താലും അതിനപ്പുറത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അതിനപ്പുറത്തേക്കോ കഴിഞ്ഞ ആഴ്ചയിൽ DYFI സംസ്ഥാന സമിതി അംഗം VA ശ്രീജിത്ത് അധ്യക്ഷനായി. പാർട്ടി പള്ളുരുത്തി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് KN സുനിൽകുമാർ, KA ജോഷി എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകളെ കുടുംബസംഗമത്തിൽ വെച്ച് ആദരിച്ചു. കുമ്പളം സന്മാർഗ പ്രദീപസഭ ശ്രീ കുമാരാലയ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടി ഘോഷയാത്ര വർണ്ണാഭമായി. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കാവടി ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. കുമ്പളം തെക്ക് ശാസ്താക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കാവടി ഘോഷയാത്ര വർണ്ണാഭമായി. ശ്രീ മുരുകാലയ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് കാവടി ഘോഷയാത്ര നടന്നത്. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കാവടി സംഘങ്ങൾ ഘോഷയാത്രയിൽ അണിനിരുന്നത്. പീലിക്കാവടി, കൊട്ടക്കാവടി, പൂക്കാവടി തുടങ്ങിയ കാവടികളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. കുമ്പളം വേൽമുരുക കാവടി സംഘമാണ് കാവടി ഘോഷയാത്ര സമർപ്പിച്ചത്. മട്ടാഞ്ചേരി തുണ്ടിപ്പറമ്പ് ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോട് തുടക്കമായി. ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
മട്ടാഞ്ചേരി ചെർളായി തുണ്ടിപ്പറമ്പ് ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ നിർമാല്യ ദർശനത്തിന് ശേഷം ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് നടന്ന അന്നദാന ചടങ്ങിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. 5 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് ദിവസവും അന്നദാനം നടക്കും. ക്ഷേത്രത്തിലേക്കുള്ള താലം വരവും ഭസ്മക്കാവടി എഴുന്നള്ളത്തുമാണ് പ്രധാന ചടങ്ങുകളെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ബൈബിളിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് കുമ്പിൾ തടിയിൽ കവിത രചിക്കുന്ന മുണ്ടമ്പേലി സ്വദേശി റാഫി യേശുവിന്റെ പീഡാനുഭവ കാലത്തെ 14 ശില്പങ്ങൾ മരത്തടിയിൽ പൂർത്തിയാക്കി. നോമ്പുകാലത്താണ് യേശുദേവന്റെ പീഡാനുഭവകാലത്തിന്റെ 14 ശില്പങ്ങൾ കൊച്ചിയിലെ പ്രശസ്തനായ ശില്പി റാഫി പൂർത്തിയാക്കിയത്. യൂദാസ് യേശുദേവനെ ഒറ്റിക്കൊടുത്ത ശേഷം യഹൂദർ പിടികൂടി ചാട്ടവാറനടിച്ച് ഗാഗുൽത്ത മലയിലേക്ക് കൊണ്ടുപോയി കുരിശിൽ തറക്കുന്നതും ഒടുക്കം മാതാവിന്റെ മടിയിൽ കിടക്കുന്നതുവരെയുള്ള 14 ചരിത്ര സംഭവങ്ങളാണ് റാഫി മരത്തിൽ കൊത്തിയെടുത്തിരിക്കുന്നത്. ശില്പനിർമ്മാണത്തിൽ ഒരു പരിശീലനവും ലഭിച്ചിട്ടില്ലാത്ത ഈ ശില്പി ഇതിനകം 2500ഓളം ശില്പങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ബൈബിളിലെ പുതിയ നിയമത്തെ ആധാരമാക്കിയാണ് ഭൂരിഭാഗവും ശില്പങ്ങൾ തീർത്തിരിക്കുന്നത്. കേരളത്തിന് അകത്തും പുറത്തുമുള്ള നിരവധി ദേവാലയങ്ങളിൽ റാഫിയുടെ ശില്പങ്ങളുണ്ട്. അനാട്ടമിയിലുള്ള സൂക്ഷ്മതയും ചിത്രങ്ങളിലെ മിഴിവുമാണ് ഈ ശില്പിയെ വ്യത്യസ്തനാക്കുന്നത്. കുരിശിന്റെ വഴിയിൽ അവതരിപ്പിക്കുന്ന 14 ചരിത്ര സംഭവങ്ങളും ഏറ്റവും മിഴിവോടെ സൃഷ്ടിക്കാൻ തനിക്ക് ഇപ്പോഴാണ് കഴിഞ്ഞതെന്ന ആത്മസംതൃപ്തിയിലാണ് റാഫേൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭരണങ്ങാനത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ക്ലേ മോഡലിംഗിന് 1ാം സ്ഥാനം ലഭിച്ചെങ്കിലും ആരും ഈ കലാകാരനെ തിരിച്ചറിഞ്ഞില്ല. പഠനത്തിന് ശേഷം അപ്പനോടൊപ്പം മരപ്പണി പഠിക്കാൻ പോയെങ്കിലും സ്റ്റൂളും കസേരകളും ജനലുകളും പണിയുന്നതിനിടയിലും മരത്തിനുള്ളിൽ അജ്ഞാതമായിരിക്കുന്ന ശില്പങ്ങളെക്കുറിച്ചാണ് റാഫി ചിന്തിച്ചത്. ഒരിക്കൽ മനസ്സിലേക്കെത്തിയ ക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തെ തന്റെ മുന്നിലിരുന്ന മരത്തടിയിൽ കണ്ടെത്തിയതോടെയാണ് റാഫിയിലെ ശില്പി ജനിക്കുന്നത്. ഈ ശില്പം അന്ന് പലരിലും അത്ഭുതമാണ് ഉളവാക്കിയത്. പിന്നീട് കസേരയും മേശയും പണിയുന്ന ജോലിയിൽ നിന്ന് വിടുതൽ നേടി ശില്പരചനയിലേക്ക് തിരിയുകയായിരുന്നു ഈ കലാകാരൻ. ഇന്ന് ബൈബിളിനെ അടിസ്ഥാനമാക്കി ശില്പരചന തുടരുന്ന റാഫിയുടെ ഏറ്റവും പുതിയ രചനയായ കാൽവരിയിലെ ഈ 14 ശില്പങ്ങളും തൃശൂർ ചൗക്കയിലുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ സ്ഥാപിക്കാനാണ് കൊണ്ടുപോകുന്നത്. ശില്പരചനയിൽ ഇതുവരെ സംസ്ഥാന തലത്തിൽ ഒരു അംഗീകാരവും ലഭിച്ചിട്ടില്ലാത്ത റാഫിക്ക് പശ്ചിമ കൊച്ചി കൾച്ചറൽ സെന്റർ മാത്രമാണ് അവാർഡ് നൽകി ആദരിച്ചത്. അന്നത്തെ കളക്ടർ മുഹമ്മദ് ഹനീഫ് പുരസ്കാരം നൽകി റാഫിയെ ആദരിച്ചു. അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് റാഫിയെ പൊന്നാട ചാർത്തിയും ആദരിച്ചു. കേരളത്തിലെ ശില്പകലാരംഗത്തൊന്നും കാര്യമായ ശ്രദ്ധ നേടിയിട്ടില്ലാത്ത ഈ കലാകാരൻ മുണ്ടമ്പേലിയിലെ തന്റെ പണിശാലയിലിരുന്ന് നിരന്തരമായി കുമ്പിൾ എന്ന മരത്തടിയിൽ ഇപ്പോഴും ശില്പങ്ങൾ മെനയുകയാണ്. റാഫിയുടെ കഴിവ് കേട്ടറിഞ്ഞ CPM പ്രവർത്തകർ റാഫിയെ കൊണ്ടാണ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് AP വർക്കിയുടെ ശില്പം തീർത്തത്. CPM മുണ്ടമ്പേലി ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ഈ ശില്പമുള്ളത്. ശില്പരചനയിൽ പരിശീലനമൊന്നും നേടാത്ത ജന്മസിദ്ധമായ കഴിവ് മാത്രം കൈമുതലാക്കിയ ഈ ശില്പി തന്റെ കൊച്ചു കടമുറിയിലിരുന്ന് ഇപ്പോഴും ശില്പരചന തുടരുകയാണ്. തൃശ്ശൂരിനടുത്ത് ചൗക്കപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയിലേക്ക് കൊടുക്കാനുള്ള കുരിശിൻ്റെ രൂപങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ കുരിശ് രൂപമാണെന്നുണ്ടെങ്കിലും നമ്മൾ തങ്ങൾ നഗറിലുള്ള ഒരു പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈസ്റ്ററായിട്ടുള്ള ആ ഒരു രീതിക്കുള്ള വർക്കുകൾ ഇപ്പം നമ്മളിപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ ഈ അടുത്ത ആഴ്ചക്ക് കൊടുക്കാവുന്ന രീതിക്കുള്ള വർക്കുകൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി വർക്കുകളുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം മാറ്റി വെച്ചിട്ടും നമ്മൾ ഈ ഈസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഈ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയധികം സഹനം സഹിച്ചുകൊണ്ടുള്ള ആ ഒരു രീതിയായതുകൊണ്ട് നമ്മൾ ആ രീതിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുരിശിൻ്റെ വഴികളാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ കുരിശിൻ്റെ രൂപങ്ങൾ ചെയ്തിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന കരിങ്കൽ ശില്പശാലയ്ക്ക് തുടക്കമായി. EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി CPM പള്ളുരുത്തി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി VJ പോൾ ഹാളിൽ കുടുംബസംഗമം നടന്നു. കുമ്പളം സന്മാർഗ പ്രദീപ സഭ ശ്രീ കുമാരാലയ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടി ഘോഷയാത്ര വർണ്ണാഭമായി. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.